PSC ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ മലയാള കൃതികളും രചയിതാക്കളും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ PSC ചോദിച്ചു കണ്ടിട്ടുള്ള രചയിതാക്കളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതികൾ മാത്രമേ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും കേട്ടോ. ആദ്യത്തേത് OV വിജയൻ. OV വിജയൻ്റെ കൃതികൾ ഏതൊക്കെയാണ്? ഗുരുസാഗരം, ഇന്ദ്രപ്രസ്ഥം, ഖസാക്കിൻ്റെ ഇതിഹാസം, പത്മാസനം, തലമുറകൾ. അപ്പോൾ OV വിജയൻ്റെ കൃതികളാണ് ഗുരുസാഗരം, ഇന്ദ്രപ്രസ്ഥം, ഖസാക്കിൻ്റെ ഇതിഹാസം, പത്മാസനം, തലമുറകൾ. ആനന്ദിൻ്റെ കൃതികൾ മരുഭൂമികൾ ഉണ്ടാവുന്നത്, ഗോവർദ്ധനൻ്റെ യാത്രകൾ. ഇതൊക്കെയാണ് ആനന്ദിൻ്റെ പ്രമുഖ കൃതികൾ. ഏതൊക്കെയാണ്? മരുഭൂമികൾ ഉണ്ടാവുന്നത്, ഗോവർദ്ധനൻ്റെ യാത്രകൾ. പെരുമ്പടവം ശ്രീധരൻ. ഒരു സങ്കീർത്തനം പോലെ എന്ന് പറയുന്ന കൃതിയുടെ രചയിതാവാണ് പെരുമ്പടവം ശ്രീധരൻ. മാധവിക്കുട്ടി അല്ലെങ്കിൽ കമലാസുരയ്യ അല്ലേ, മാധവിക്കുട്ടി ഒരുപാട് കൃതികൾ എഴുതിയിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമാണ് പറയുന്നത്. ഇനിയുമുണ്ട്. എൻ്റെ കഥ, നഷ്ടപ്പെട്ട നീലാംബരി, നീർമാതളം പൂത്ത കാലം. ഇതൊക്കെ ആരുടെയാണ്? മാധവിക്കുട്ടിയുടെയാണ്. മാധവിക്കുട്ടിയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് ഏതൊക്കെയാണ്? എൻ്റെ കഥ, നഷ്ടപ്പെട്ട നീലാംബരി, നീർമാതളം പൂത്ത കാലം. ഇവയൊക്കെ. എസ് ഗുപ്തൻ നായരുടെയാണ് ഇസങ്ങൾക്കപ്പുറം, സൃഷ്ടിയും സ്രഷ്ടാവും എന്നൊക്കെയുള്ളത്. ഏതാണ്? എസ് ഗുപ്തൻ നായരുടെയാണ്. ഏതൊക്കെയാണ്? ഇസങ്ങൾക്കപ്പുറം, സൃഷ്ടിയും സ്രഷ്ടാവും. തിക്കൊടിയൻ്റെ ഏതൊക്കെയാണ്? അരങ്ങ് കാണാത്ത നടൻ എന്ന് പറയുന്ന കൃതിയാണ് തിക്കൊടിയൻ എഴുതിയിട്ടുള്ളത്. കോവിലൻ്റെത് തോറ്റങ്ങൾ, A-B, തട്ടകം. ഇതൊക്കെയാണ് കോവിലൻ്റെ കൃതികൾ. ഏതൊക്കെയാണ്? തോറ്റങ്ങൾ, A-B, തട്ടകം. MP വീരേന്ദ്രകുമാർ. രാമൻ്റെ ദുഃഖം, ഗാട്ടും കാണാച്ചരടും. ഓക്കെ, രാമൻ്റെ ദുഃഖവും ഗാട്ടും കാണാച്ചരടും. ഇതാണ് MP വീരേന്ദ്രകുമാറിൻ്റെ കൃതികൾ. അടുത്തത് ജി ശങ്കരക്കുറുപ്പിൻ്റെ പ്രമുഖമായിട്ടുള്ളൊരു കൃതിയാണ് ഓടക്കുഴൽ അല്ലേ. അദ്ദേഹത്തിന് അവാർഡ് മേടിച്ചു കൊടുത്തിട്ടുള്ളൊരു കൃതിയാണ് ഓടക്കുഴൽ. അതുപോലെ തന്നെ സൂര്യകാന്തിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൃതിയാണ്. അപ്പോൾ ജി ശങ്കരക്കുറുപ്പിൻ്റെ 2 കൃതികളാണ്. PSC ചോദിച്ച് കണ്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതികൾ മാത്രമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പം ഓടക്കുഴലും സൂര്യകാന്തിയും ജി ശങ്കരക്കുറുപ്പിൻ്റെതാണ്. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെതാണ് മകരക്കൊയ്ത്ത്, കന്നിക്കൊയ്ത്ത്, വിട. ഇതൊക്കെ PSCയിൽ മുൻവർഷ ചോദ്യങ്ങളായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പം അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതികളാണ് മകരക്കൊയ്ത്ത്, കന്നിക്കൊയ്ത്ത്, വിട. ഇതൊക്കെ ആരുടെയാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ. M മുകുന്ദൻ്റെ ആവിലായിലെ സൂര്യോദയം, മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ, കേശവൻ്റെ വിലാപങ്ങൾ, മണിമുഴങ്ങുന്നു, ഡൽഹി. ഇതൊക്കെ ആരുടെയാണ്? M മുകുന്ദൻ്റെയാണ്. ഇതിൽ മണിമുഴങ്ങുന്നു, അതുപോലെ തന്നെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ, ആവിലായിലെ സൂര്യോദയം, ഇതിൻ്റെയൊക്കെ രചയിതാവ് ആരാണെന്ന് ചോദിച്ചു അല്ലെങ്കിൽ കുറച്ച് കൃതികൾ തന്നിട്ട് M മുകുന്ദൻ്റെ കൃതികളിലല്ലാത്തവ ഏത്, അല്ലെങ്കിൽ M മുകുന്ദൻ്റെ കൃതികളിൽ പെടുന്നത് ഏത്, ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓപ്ഷൻസിൽ കൊടുത്തിട്ടുള്ളതും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിലൊക്കെ വന്നിട്ടുള്ളത് PSC ചോദിച്ചു കണ്ടിട്ടുള്ളതായിട്ടുള്ള കൃതികൾ മാത്രമേ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. NB മുഹമ്മദിൻ്റെ എണ്ണപ്പാടം. അപ്പം M മുകുന്ദൻ്റെ ഏതൊക്കെയാണ്? ആവിലായിലെ സൂര്യോദയം, മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ, കേശവൻ്റെ വിലാപങ്ങൾ, മണി മുഴങ്ങുന്നു, ഡൽഹി. അതുപോലെ NB മുഹമ്മദിൻ്റെ ഏതൊക്കെയാണ്? എണ്ണപ്പാടം. CV രാമൻപിള്ള. ധർമ്മരാജയും മാർത്താണ്ഡവർമ്മയും എഴുതിയിരിക്കുന്നത് ആരാണ്? CV രാമൻപിള്ള. കുമാരനാശാൻ്റെയാണ് ലീല, കരുണ, ദുരവസ്ഥ. ഈ കരുണ, ദുരവസ്ഥ, വീണപ്പൂവ് ഇതൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ലീല, കരുണ, ദുരവസ്ഥ, വീണപ്പൂവ്, ചിന്താവിഷ്ടയ, സീത, പ്രരോധനം, നളിനി, ചണ്ടാല ഭിക്ഷുകി. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതികളാണ്. ഇതൊക്കെ എഴുതിയിട്ടുള്ളത് ആരാണ്? കുമാരനാശാനാണ്. ലീല, കരുണ, ദുരവസ്ഥ, വീണപ്പൂവ്, ചിന്താവിഷ്ടയ, സീത, പ്രരോധനം, നളിനി, ചണ്ടാല ഭിക്ഷുകി. ഇതൊക്കെ എഴുതിയിട്ടുള്ളത് ആരാണ്? കുമാരനാശാൻ. വൈക്കം മുഹമ്മദ് ബഷീർ. നമുക്കറിയാം, എൻ്റെയൊക്കെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിൻ്റെ നോവൽ വായിച്ചിരിക്കാൻ തന്നെ നമുക്കൊരു പ്രത്യേക ഇൻട്രസ്റ്റ് ആണ്. അപ്പം അദ്ദേഹത്തിൻ്റെ നോവലുകളാണ്, അദ്ദേഹത്തിൻ്റെ കൃതികളാണ് ഏതൊക്കെയാണ്? പാത്തുമ്മയുടെ ആട്, ഓർമ്മയുടെ അറകൾ, ന്റുപ്പപ്പാക്കൊരു ആനണ്ടായിരുന്നു, ബാല്യകാല സഖി, ആനവാരിയും പൊൻകുരിശും, മതിലുകൾ. ഇതൊക്കെ ആരുടെയാണ്? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെതാണ്. പാത്തുമ്മയുടെ ആട്, ഓർമ്മയുടെ അറകൾ, ന്റുപ്പപ്പാക്കൊരു ആനണ്ടായിരുന്നു, ബാല്യകാല സഖി, ആനവാരിയും പൊൻകുരിശും, മതിലുകൾ. ഇതൊക്കെ ആരുടെയാണ്? വൈക്കം
വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നോവലുകളാണ്. നമ്മളിതൊക്കെ നമ്മുടെ ചെറുപ്പത്തിൽ സ്കൂൾ തലങ്ങളിലൊക്കെ പഠിച്ചു വന്നിട്ടുള്ള അല്ലെങ്കിൽ അന്നൊട്ടേ കേൾക്കുന്ന പേരുകളാണല്ലോ. എൻ്റെ ഉപ്പുപ്പാക്കൊരു ആന ഉണ്ടായിരുന്നു, പാത്തുമ്മയുടെ ആട്, ബാല്യകാല സഖി, ഇതൊക്കെ നമ്മൾ ആ കാലം തൊട്ടേ കേട്ട് വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ഓർമ്മയിൽ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുമ്പോൾ പാത്തുമ്മയുടെ ആടും എൻ്റെ ഉപ്പുപ്പാക്കൊരു ആന ഉണ്ടായിരുന്നു, ബാല്യകാല സഖി, ഇതൊക്കെ പെട്ടെന്ന് ഓർമ്മ വരും. അപ്പോൾ അതൊക്കെ പഠിക്കാൻ വളരെ എളുപ്പമാണ്. മറക്കരുത്. പാത്തുമ്മയുടെ ആട്, ഓർമ്മയുടെ അറകൾ, ഉപ്പുപ്പാക്കൊരു ആന ഉണ്ടായിരുന്നു, ബാല്യകാല സഖി, ആനവാരിയും പൊൻകുരിശും, മതിലുകൾ, ഇതൊക്കെ ആരുടെ കൃതികളാണ്? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതികളാണ്. അടുത്ത എഴുത്തച്ഛൻ്റെയാണ് അധ്യാത്മരാമായണം. നമുക്കറിയാലോ അധ്യാത്മരാമായണം ആരാണ് എഴുതിയത്? എഴുത്തച്ഛൻ. കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ്റെയാണ് മണിപ്രവാളം, ശാകുന്തളം, മയൂര സന്ദേശം. ഏതൊക്കെയാണ്? മണിപ്രവാളം, ശാകുന്തളം, മയൂര സന്ദേശം, ഇതൊക്കെ ആരുടെയാണ്? കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. AR രാജരാജവർമ്മയുടെയാണ് വൃത്തമഞ്ജരി, കേരള പാണിനീയം, ഭാഷാഭൂഷണം, ഇതൊക്കെ AR രാജരാജവർമ്മയുടെയാണ്. വൃത്തമഞ്ജരി, കേരള പാണിനീയം, ഭാഷാഭൂഷണം. പൂന്താനത്തിൻ്റെയാണ് ജ്ഞാനപ്പാന. അപ്പോൾ ജ്ഞാനപ്പാനയുടെ രചയിതാവാരാണ്? പൂന്താനം. KP കേശവമേനോൻ, ബിലാത്തി, വിശേഷം, കഴിഞ്ഞ കാലം, ഏതൊക്കെയാണ്? ബിലാത്തി, വിശേഷം, കഴിഞ്ഞ കാലം, ഇവയുടെയൊക്കെ രചയിതാവാരാണ്? KP കേശവമേനോൻ. ONV കുറുപ്പിൻ്റെയാണ് മൃഗയ, ഉപ്പ്, ഉജ്ജയിനി, ദാഹിക്കുന്ന പാനപാത്രം, അക്ഷരം, ഇതൊക്കെ ONV കുറുപ്പിൻ്റെ കവിതകളാണ്, കൃതികളാണ്. മൃഗയ, ഉപ്പ്, ഉജ്ജയിനി, ദാഹിക്കുന്ന പാനപാത്രം, അക്ഷരം, ഇതൊക്കെ. കാക്കനാടൻ്റെയാണ് ഒറോദ ഉഷ്ണമേഖല. കാക്കനാടൻ്റെ ഏതാണ്? ഒറോദ ഉഷ്ണമേഖല. ജോസഫ് മുണ്ടശ്ശേരിയുടെ കൃതികളാണ് നാടകാന്തം, കവിത്വം, കൊന്തയിൽ നിന്ന് കുരിശിലേക്ക്, കൊഴിഞ്ഞ ഇലകൾ, വായനശാലയിൽ. ഓക്കെ, ഏതൊക്കെയാണ്? നാടകാന്തം, കവിത്വം, കൊന്തയിൽ നിന്ന് കുരിശിലേക്ക്, കൊഴിഞ്ഞ ഇലകൾ, വായനശാലയിൽ, ഇതൊക്കെ ആരുടെയാണ്? ജോസഫ് മുണ്ടശ്ശേരിയാണ്. തോപ്പിൽ ഭാസിയുടെയാണ് അശ്വമേധം, മൂലധനം, നിങ്ങൾ എന്ന കമ്മ്യൂണിസ്റ്റാക്കി. ഓക്കെ, അശ്വമേധം, മൂലധനം, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി, ആരുടെയാണ്? തോപ്പിൽ ഭാസി. പാറപ്പുറത്ത് എഴുതിയത് എന്താണ്? അരനാഴിക നേരം എന്ന് പറയുന്ന ആ ഒരു കൃതിയുടെ കർത്താവാണ് പാറപ്പുറത്ത്. KM പണിക്കരുടെയാണ് കേരള സിംഹം, പറങ്കിപ്പടയാളി. കേരള സിംഹവും പറങ്കിപ്പടയാളിയൊക്കെ ആരുടെയാണ്? KM പണിക്കർ. NV കൃഷ്ണവാര്യരുടെ ഏതാണ്? ഗാന്ധിജിയും ഗോഡ്സെയും, വള്ളത്തോളിൻ്റെ കാവ്യശില്പം. ഗാന്ധിജിയും ഗോഡ്സെയും, വള്ളത്തോളിൻ്റെ കാവ്യശില്പം എന്നീ കൃതികൾ ആരുടെയാണ്? NV കൃഷ്ണവാര്യർ. അടുത്തത് സുഗതകുമാരിയുടെ കൃതിയാണ് അമ്പലമണികൾ, രാത്രിമഴ, തുലാവർഷപ്പച്ച. അമ്പലമണികൾ, രാത്രിമഴ, തുലാവർഷപ്പച്ച, ഇതൊക്കെ സുഗതകുമാരിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതികളാണ്. ടി പത്മനാഭൻ്റെയാണ് പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക് എന്ന് പറയുന്ന കൃതി ആരുടെയാണ്? ടി പത്മനാഭൻ്റെയാണ് പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക്. MT വാസുദേവൻ നായരുടെ കൃതികളാണ് നാലുകെട്ട്, രണ്ടാമൂഴം, കാലം, അസുരവിത്ത്, മഞ്ഞ്, ഓപ്പോൾ, ദയ എന്ന പെൺകുട്ടി, വാനപ്രസ്ഥം, ഇവയൊക്കെ ആരുടെയാണ്? MT വാസുദേവൻ നായരുടെ. നാലുകെട്ട്, രണ്ടാമൂഴം, കാലം, അസുരവിത്ത്, മഞ്ഞ്, ഓപ്പോൾ, ദയ എന്ന പെൺകുട്ടി, വാനപ്രസ്ഥം. N കൃഷ്ണപിള്ളയുടെയാണ് കൈരളിയുടെ കഥ. N കൃഷ്ണപിള്ളയുടെ ഏതാണ്? കൈരളിയുടെ കഥ. ഉറൂബിൻ്റെ ഏതൊക്കെയാണ്? ഉമ്മാച്ചു, പണി തീരാത്ത വീട്, സുന്ദരികളും സുന്ദരന്മാരും. ഏതൊക്കെയാണ് ഉറൂബിൻ്റെത്? ഉമ്മാച്ചു, പണി തീരാത്ത വീട്, സുന്ദരികളും സുന്ദരന്മാരും. തകഴി ശിവശങ്കരൻ പിള്ളയുടെയാണ് ഏണിപ്പടികൾ, രണ്ടിടങ്ങഴി, കയർ, തോട്ടിയുടെ മകൻ, ചെമ്മീൻ, ഇതൊക്കെ ആരുടെയാണ്? തകഴിയുടെയാണ്. തകഴിയുടെ ഏതൊക്കെയാണ്? ഏണിപ്പടികൾ, രണ്ടിടങ്ങഴി, കയർ, തോട്ടിയുടെ മകൻ, ചെമ്മീൻ. P കേശവദേവിൻ്റെയാണ് ഓടയിൽ നിന്ന്, അയൽക്കാർ. ഓക്കെ, ഓടയിൽ നിന്ന്, അയൽക്കാർ, ഇവയൊക്കെ ആരുടെയാണ്? P കേശവദേവിൻ്റെയാണ്. വള്ളത്തോളിൻ്റെയാണ് ശിഷ്യനും മകനും, മഗ്ദലന മറിയം, ചിത്രയോഗം, ബധിരവിലാപം. ഓക്കെ, ഏതൊക്കെയാണ്? ശിഷ്യനും മകനും, മഗ്ദലന മറിയം, ചിത്രയോഗം, ബധിരവിലാപം, ഇതൊക്കെ ആരുടെയാണ്? വള്ളത്തോളിൻ്റെയാണ്. ഉള്ളൂരിൻ്റെയാണ് ഉമാകേരളം, കർണഭൂഷണം, പിങ്കള. ഏതൊക്കെ? ഉമാകേരളം, കർണഭൂഷണം, പിങ്കള എന്നിവയുടെ രചയിതാവാരാണ്? ഉള്ളൂർ. ചങ്ങമ്പുഴയുടെയാണ് വാഴക്കുല. നമ്മൾ പഠിച്ചിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കവിത വാഴക്കുല. രമണൻ, സ്പന്ദിക്കുന്ന അസ്ഥിമാടം, ഇതൊക്കെ ചങ്ങമ്പുഴയുടെ പ്രധാനപ്പെട്ട കൃതികളാണ്.
ഉണ്ണികൃഷ്ണൻ പുത്തൂരിൻ്റെയാണ് ബലിക്കല്ല്. ഏത് കൃതിയാണ്? ബലിക്കല്ല്. വയലാർ രാമവർമ്മ എനിക്ക് മരണമില്ല എന്ന് പറയുന്ന കൃതിയുടെ കർത്താവാണ് വയലാർ രാമവർമ്മ. കെ സുരേന്ദ്രൻ്റെ കൃതിയാണ് ഗുരുവും ജ്വാലയും. ഗുരു ജ്വാല ആരാണ് എഴുതിയത്? കെ സുരേന്ദ്രൻ. ഇ വാസു ചുവപ്പ് നാട എന്ന് പറയുന്ന കൃതി ആരാണ് എഴുതിയത്? ഇ വാസു. കുട്ടിക്കൃഷ്ണമാരാരുടെ കൃതികളാണ് കലജീവിതം തന്നെ, ഭരത പര്യാടനം. കലജീവിതം തന്നെയും ഭരത പര്യാടനവും ആരുടെയാണ്? കുട്ടിക്കൃഷ്ണ മാരാരുടെയാണ്. നാലപ്പാട്ട് നാരായണ മേനോൻ ഏതാണ് എഴുതിയത്? കണ്ണുനീർ തുള്ളികൾ എന്ന് പറയുന്ന കൃതി ആരുടെയാണ്? നാലപ്പാട്ട് നാരായണ മേനോൻ. പി ഭാസ്കരൻ്റെ കൃതിയാണ് ഒറ്റക്കമ്പിയുള്ള തമ്പുരു എന്ന് പറയുന്ന കൃതി ആരാണ് എഴുതിയത്? പി ഭാസ്കരൻ. സുകുമാർ അഴീക്കോടിൻ്റെതാണ് തത്വമസി എന്ന് പറയുന്ന കൃതി ആരുടെയാണ്? സുകുമാർ അഴീക്കോട്. ലളിതാംബിക അന്തർജനത്തിൻ്റെയാണ് അഗ്നിസാക്ഷി എന്ന് പറയുന്നത് ആരുടെ കൃതിയാണ്? ലളിതാംബിക അന്തർജനം. എസ് കെ പൊറ്റക്കാടിൻ്റെ കൃതികളാണ് വിഷകന്യക, ഒരു ദേശത്തിൻ്റെ കഥ, ഒരു തെരുവിൻ്റെ കഥ, എൻ്റെ വഴിയമ്പലങ്ങൾ. ഇതൊക്കെയാണ് എസ് കെ പൊറ്റക്കാടിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC ചോദിച്ചിട്ടുള്ള കൃതി. ഏതൊക്കെയാണ്? വിഷകന്യക, ഒരു ദേശത്തിൻ്റെ കഥ, ഒരു തെരുവിൻ്റെ കഥ, എൻ്റെ വഴിയമ്പലങ്ങൾ. ഇതൊക്കെ എസ് കെ പൊറ്റക്കാടിൻ്റെ കൃതികളാണ്. സർദാർ KM പണിക്കരുടെയാണ് പറങ്കിപ്പടയാളി, കേരള സിംഹം. ഓക്കെ, ഏതൊക്കെയാണ്? പറങ്കിപ്പടയാളിയും കേരള സിംഹം ഒക്കെ ആരാണ് എഴുതിയത്? സർദാർ KM പണിക്കർ. VT ഭട്ടതിരിപ്പാട് എഴുതിയതാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന ഒരു കൃതി. ഇമ്പോർട്ടൻ്റ് ആണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? VT ഭട്ടതിരിപ്പാട്. വിലാസിനി MK മേനോൻ്റെ തുലികാനാമമാണ് വിലാസിനി. അപ്പോൾ MK മേനോൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതി ഏതാണ്? അവകാശികൾ എന്ന് പറയുന്ന കൃതി ആരുടെയാണ്? വിലാസിനി അല്ലെങ്കിൽ MK മേനോൻ്റെയാണ്. EV കൃഷ്ണപിള്ളയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതിയാണ് ചിരിയും ചിന്തയും. ഭാരതി ഉദയഭാനുവിൻ്റെ കൃതികളാണ് അടുക്കളയിൽ നിന്നും പാർലമെൻ്ററിയിലേക്ക്. സാറ ജോസഫിൻ്റെ കൃതിയാണ് ആലാപിയുടെ പെൺമക്കൾ ആരുടെയാണ്? സാറ ജോസഫ്. ഇരയിമ്മൻ തമ്പി എഴുതിയതാണ് കീചകവധം, ദക്ഷയാഗം, ഉത്തരാസ്വയംവരം. ഏതൊക്കെയാണ്? കീചകവധം, ദക്ഷയാഗം, ഉത്തരാസ്വയംവരം ആരുടെയാണ്? ഇരയിമ്മൻ തമ്പിയുടെ. പി വത്സലയുടെ കൃതിയാണ് നിഴലുറങ്ങുന്ന വഴികൾ, നെല്ല്. ഇവയൊക്കെ ആരുടെയാണ്? പി വത്സലയുടെയാണ്. നിഴലുറങ്ങുന്ന വഴികൾ, നെല്ല് ഇവയൊക്കെ പി വത്സലയുടെ കൃതികളാണ്. കുഞ്ചൻ നമ്പ്യാരുടെയാണ് കല്യാണ സൗഗന്ധികത്തിൻ്റെ രചയിതാവാരാണ്? കുഞ്ചൻ നമ്പ്യാർ. ബാലാമണി അമ്മ എഴുതിയതാണ് മുത്തശ്ശി, നൈവേദ്യം, അമ്മ, കുടുംബിനി. ഇതൊക്കെ ബാലാമണി അമ്മയുടെ കൃതികളാണ്. ഏതൊക്കെയാണ്? മുത്തശ്ശി, നൈവേദ്യം, അമ്മ, കുടുംബിനി. യൂസഫ് അലി കേച്ചേരിയുടെ കൃതിയാണ് 1000 നാവുള്ള മൗനം. ആരുടെ കൃതിയാണ്? യൂസഫ് അലി കേച്ചേരി. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ആരാണ് എഴുതിയത്? എന്താണ്? നാരായണീയം എന്ന് പറയുന്ന കൃതി എഴുതിയത് ആരാണ്? മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി. KC കേശവപിള്ളയുടെയാണ് കേശവീയം. KC കേശവപിള്ള എഴുതിയ കൃതി ഏതാണ്? കേശവീയം. CN ശ്രീകണ്ഠൻ നായരുടെ കൃതിയാണ് കാഞ്ചനസീതയും ലങ്കാലക്ഷ്മിയും. CN ശ്രീകണ്ഠൻ നായരുടെ കൃതിയാണ് കാഞ്ചനസീത, ലങ്കാലക്ഷ്മി. KPS മേനോൻ്റെയാണ് റഷ്യൻ പനോരമ. KPS മേനോൻ എഴുതിയ കൃതിയാണ് റഷ്യൻ പനോരമ. പൊൻകുന്നം വർക്കിയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതിയാണ് ജേതാക്കൾ ആരാണ് എഴുതിയിട്ടുള്ളത്? പൊൻകുന്നം വർക്കി. അയ്യപ്പ പണിക്കരുടെ ഒരു കൃതിയാണ് കുരുക്ഷേത്രത്തിൻ്റെ രചയിതാവ് അയ്യപ്പ പണിക്കർ. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ ഒരു ഇമ്പോർട്ടൻ്റ് കൃതിയാണ് ബലിദർശനം. നമ്പൂതിരിയുടെ കൃതി ഏതാണ്? ബലിദർശനം. സച്ചിദാനന്ദൻ്റെ ഇമ്പോർട്ടൻ്റ് കൃതിയാണ് ദേശാടനം എഴുതിയത് സച്ചിദാനന്ദൻ. രാജു നാരായണ സ്വാമിയുടെ കൃതിയാണ് പഞ്ചായത്ത് രാജിൻ്റെ തിരുമുറ്റത്ത്. അപ്പോൾ ഏതാണ്? പഞ്ചായത്ത് രാജിൻ്റെ തിരുമുറ്റത്ത് ആരാണ് എഴുതിയത്? രാജു നാരായണ സ്വാമി. പത്മന രാമചന്ദ്രൻ നായർ മലയാളവും മലയാളികളും. ഓക്കെ, ഏതൊക്കെയാണ് മലയാളവും മലയാളികളും എന്ന് പറയുന്ന കൃതി ആരാണ് എഴുതിയത്? പത്മന രാമചന്ദ്രൻ നായർ. സേതു എഴുതിയിട്ടുള്ളതാണ് കൈമുദ്രകൾ. സേതു എന്ന് പറയുന്ന രചയിതാവ് എഴുതിയിട്ടുള്ള കൃതി ഏതാണ്? കൈമുദ്രകൾ എന്നാണ് പേര്. ഡി വിനയചന്ദ്രൻ്റെ കൃതിയാണ് സമസ്ത കേരളം PO. ആരുടെ കൃതിയാണ്? ഡി വിനയചന്ദ്രൻ. പ്രൊഫസർ PA വാസുദേവൻ എഴുതിയതാണ് അമൂർത്തമായ അമർഷങ്ങൾ. പ്രൊഫസർ PA വാസുദേവൻ്റെ കൃതിയാണ് അമൂർത്തമായ അമർഷങ്ങൾ.
പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ കൃതിയാണ് സ്മാരകശിലകൾ. പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ കൃതി ഏതാണ്? സ്മാരകശിലകൾ. സി രാധാകൃഷ്ണൻ എഴുതിയതാണ് സ്പന്ദമാപിനികളെ നന്ദി. സ്പന്ദമാപിനികളെ നന്ദി എന്ന് പറയുന്നത് ആരാണ് എഴുതിയത്? സി രാധാകൃഷ്ണൻ. മലയാറ്റൂർ രാമകൃഷ്ണന്റെ കൃതിയാണ് യന്ത്രം, യക്ഷി, വേരുകൾ. ഇവയൊക്കെ ആരാണ് എഴുതിയത്? മലയാറ്റൂർ രാമകൃഷ്ണൻ. സക്കറിയ ഇതാണ് എൻ്റെ പേര്. മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവലാണ് ഇതാണ് എൻ്റെ പേരെന്ന് പറയുന്നത്. അത് എഴുതിയത് ആരാണ്? സക്കറിയ. VKNന്റെ കൃതിയാണ് പയ്യൻ കഥകൾ. പയ്യൻ കഥകൾ എന്ന് പറയുന്ന കൃതി എഴുതിയത് ആരാണ്? VKN. ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ഒരു കൃതിയാണ് പുത്തൻ കലവും അരിവാളും. ഏതാണ്? പുത്തൻ കലവും അരിവാളും എന്ന് പറയുന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഇടശ്ശേരി ഗോവിന്ദൻ നായർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോയുടെ തുടക്കം തന്നെ ഒരു 3-4 രചയിതാക്കളുടെ പേര് തൂലികാ നാമത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും അത് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല. തൂലികാ നാമമോ ഒറിജിനൽ നാമമോ ഒന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും അതൊരു കണ്ടൻറ്റായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ.